എല്ലാവർക്കും ബ്രെയിനി ബ്രൈറ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ പറ്റിയിട്ടാണ്. ഓക്കെ, നമുക്ക് സമയം കളയുന്നില്ല, വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എന്താണ്? ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എയിൽ അവർ ഭാരതത്തിലെ ജനങ്ങൾ, ഓപ്ഷൻ ബി നാം ഭാരതത്തിലെ ജനങ്ങൾ, ഓപ്ഷൻ സി നിങ്ങൾ ഭാരതത്തിലെ ജനങ്ങൾ, ഓപ്ഷൻ ഡി എന്താണ്? മറ്റുള്ളവർ ഭാരതത്തിലെ ജനങ്ങൾ. ഇതിലേതാണ് ആൻസർ ആയിട്ട് വരുന്നത്? അവർ ഭാരതത്തിലെ ജനങ്ങൾ, അത് തെറ്റാണ്. പിന്നെന്താണ്? നിങ്ങൾ ഭാരതത്തിലെ ജനങ്ങൾ, അതും എന്താണ്? തെറ്റാണ്. മറ്റുള്ളവർ ഭാരതത്തിലെ ജനങ്ങൾ, അതും തെറ്റാണ്. നമ്മുടെ ഭരണഘടനയില്ലേ, അപ്പം എന്താണ്? നാം ഭാരതത്തിലെ ജനങ്ങൾ, അങ്ങനെയല്ലേ തുടങ്ങുക? നാം ഭാരതത്തിലെ ജനങ്ങൾ. ഓക്കെ, എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഭരണഘടനയുടെ ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നാം ഭാരതത്തിലെ ജനങ്ങൾ. എങ്ങനെയാണ്? നാം ഭാരതത്തിലെ ജനങ്ങൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി. ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖത്തിൽ പരാമർശിക്കപ്പെടുന്ന തീയതി ഏതാണ്? തീയതി 26 നവംബർ 1949. ഏതാണ്? 26 നവംബർ 1949. 1949. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതിയിലാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്? ഏതാണ് ഭേദഗതി? ഏതാണ്? 42ാം ഭേദഗതി. ഏതാണ്? 42ാം ഭേദഗതി. ഓക്കെ, 42ാം ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നതെന്ന് എപ്പോഴാണ്? ആഗസ്റ്റ് 15 ഒക്ടോബർ 2 ഏതാണ്? നവംബർ 26. ഓപ്ഷൻ സി നവംബർ 26. ഓക്കെ അല്ലേ? നമുക്ക് ആമുഖം എന്താണ് നമുക്ക് പഠിക്കാം. ഓക്കെ, എന്താണ് ആമുഖം? എന്താണ് നമ്മളെ ക്വസ്റ്റ്യൻ? നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിലെ ജനങ്ങളായ നാം. എന്താണ്? ഇന്ത്യയിലെ ജനങ്ങളായ നാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ നമുക്ക് ഓപ്ഷൻ വന്നിട്ട് നാം ഭാരതത്തിലെ ജനങ്ങൾ. ഇത് രണ്ടും എന്താണ്? സെയിം ആണ്. ഓക്കെ, ഇന്ത്യയിലെ ജനങ്ങളായ നാം. ഓപ്ഷനിൽ ഇങ്ങനെയാണ് ഉള്ളതെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്നാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഓപ്ഷൻ അത് എടുക്കണം. നാം ഭാരതത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ഓപ്ഷനിലുള്ളതെങ്കിൽ അതെടുക്കണം. ഇത് രണ്ടും എന്തായാലും ഒന്നിച്ചിട്ട് നമുക്ക് ഉണ്ടാവില്ല, ഓപ്ഷൻസിൽ ഉണ്ടാകില്ല. ഓക്കെ, ഇനി ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി ആരാണ്? BN റാവു. ആരാണ്? BN റാവു. ആരാണ്? BN റാവു. ഓക്കെ, അടുത്ത എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. ഓക്കെ അല്ലേ? ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ഓക്കെ, ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആരാണ്? നെഹ്റു. ആരാണ്? നെഹ്റു.
ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു. അതേപോലെ എന്താണ്, ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതും ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്ന്. എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടം കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തത് എന്താണ്? ഭരണഘടന ആമുഖം അനുസരിച്ച് ഇന്ത്യയുടെ ഭരണഘടനാ പദവി എങ്ങനെയാണ്? പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക്. എങ്ങനെയാണ്? പരമാധികാര, സോഷ്യലിസ്റ്റ്, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക്. ഓക്കെ അല്ലേ? അടുത്ത എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആദർശങ്ങൾ ആമുഖത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഏത് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്? ഏത് വിപ്ലവത്തിൻ്റെ പ്രചോദനം കൊണ്ടാണ്? ഫ്രഞ്ച് വിപ്ലവം. ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ, 1946 ഡിസംബർ 13 നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടനാ ആമുഖമായി മാറിയത്. ഏതാണ്? ലക്ഷ്യപ്രമേയം. ഭരണഘടന ആമുഖമായി മാറിയത് ഏതാണ്? നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ്. ഏതാണ്? ലക്ഷ്യപ്രമേയം. എപ്പോഴാണ്? 1946 ഡിസംബർ 11. 1946 ഡിസംബർ 13. ഓക്കെ, 1946 ഡിസംബർ 13 നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടന ആമുഖമായി മാറിയത്. ഓക്കെ, ഭരണഘടന ആമുഖമായി മാറിയത്. അടുത്ത എന്താണ്? ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനയുടെ ആമുഖമായി അംഗീകരിച്ചത്. എപ്പോഴാണ് അംഗീകരിച്ചത്? 1946 ഡിസംബർ 13 ലക്ഷ്യപ്രമേയം ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറി. ഓക്കെ, എന്നാൽ ഈ ലക്ഷ്യപ്രമേയത്തെ ഭരണഘടന ആമുഖമായി അംഗീകരിച്ചത് എപ്പോഴാണ്? അംഗീകരിച്ചത് എപ്പോഴാണ്? 1947. ഡേറ്റ് എപ്പോഴാണ്? ജനുവരി 22. ജനുവരി 22. 1947 ജനുവരി 22. ഓക്കെ, 46 ഡിസംബർ 13 എന്താണ്? ലക്ഷ്യപ്രമേയം ഭരണഘടന ആമുഖമായി മാറിയത്. അത് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടന ആമുഖമായിട്ട് മാറിയത്. എന്നാൽ ഈ ലക്ഷ്യപ്രമേയത്തെ ആമുഖമായി അംഗീകരിച്ചതെപ്പോഴാണ്? 1947 ജനുവരി 22. ഓക്കെ, അടുത്തെന്താണ്? ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു തീയതി. നമ്മുടെ ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു തീയതി ഏതാണ്? 26 നവംബർ 1949. 26 നവംബർ 1949. ഓക്കെ, നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുണ്ട്. എത്ര തവണ ഭേദഗതി ചെയ്തു? ഒരു തവണയാണ് നമ്മുടെ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുള്ളത്. ഈ ഭേദഗതിയിൽ എന്തൊക്കെയാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്? ഏതൊക്കെയാണ്? 3 കാര്യങ്ങളാണ് കൂട്ടിച്ചേർത്തത്. 3 പദങ്ങളാണ് കൂട്ടിച്ചേർത്തത്. ഏതൊക്കെയാണ് ആ പദങ്ങൾ? സെക്യുലർ, സോഷ്യലിസ്റ്റ് ആൻഡ് ഇൻറ്റഗ്രിറ്റി. സെക്യുലർ, സോഷ്യലിസ്റ്റ് ആൻഡ് ഇൻറ്റഗ്രിറ്റി. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ്? 42ാം ഭരണഘടനാ ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതി എപ്പോഴാണ്? 1976. 1976.
ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം, മനസാക്ഷി എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ്? ആമുഖം. ഏതാണ്? ആമുഖം. എന്താണ് വിശേഷണം? രത്നം, മനസാക്ഷി. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം, മനസാക്ഷി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? ആമുഖം. ഏതാണ്? ആമുഖം. അതേപോലെ എന്താണ്? ഭരണഘടനയുടെ വിശാലമായ സവിശേഷതകളുടെ സാരാംശം ഏതാണ്? ആമുഖം തന്നെയാണ്. ഭരണഘടനയുടെ വിശാലമായ സവിശേഷതകളുടെ സാരാംശം എന്താണ്? ആമുഖം. ഓക്കെ. അടുത്ത എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നിവയാണ് ഭരണഘടനയുടെ ലക്ഷ്യം എന്ന് പ്രതിപാദിക്കുന്നത് എവിടെയാണ്? ആമുഖത്ത്. എവിടെയാണ്? ആമുഖത്ത്. ഓക്കെ. എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നിവയാണ് ഭരണഘടനയുടെ ലക്ഷ്യമെന്ന് പ്രതിപാദിക്കുന്നത് എവിടെയാണ്? ആമുഖത്തിലാണ്. എവിടെയാണ്? ആമുഖത്തിലാണ്. ഓക്കെ. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. ആരാണ്? ഇന്ദിരാഗാന്ധി. ഓക്കെ. ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. പ്രധാനമന്ത്രി ആരാണ്? ഇന്ദിരാഗാന്ധി. എന്നാൽ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അത് ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ രാഷ്ട്രപതി ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. എന്നാൽ ഈ ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല. എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത് ഏത് കേസാണ്? ബെരുബാരി കേസ്. ഏതാണ്? ബെരുബാരി കേസ്. എപ്പോഴാണ്? 1960. 1960 ബെരുബാരി കേസിലാണ് ഇന്ത്യൻ ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചത്. ഓക്കെ. 1973 എന്താണ്? കേശവാനന്ദ ഭാരതി കേസിൽ എന്താ പറയുന്നത്? ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. എപ്പോഴാണ്? 1973 ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി തന്നെ പ്രഖ്യാപിച്ചു. ഏതാണ് കേസ്? കേശവാനന്ദ ഭാരതി കേസ്. ഏതാണ്? കേശവാനന്ദ ഭാരതി കേസ്. ഓക്കെ. ഇനി നമുക്ക് ആമുഖത്തിൻ്റെ വിശേഷണങ്ങൾ നോക്കാം. എന്താണ് ആമുഖത്തിൻ്റെ വിശേഷണങ്ങൾ? ഭരണഘടനയുടെ ആത്മാവും താക്കോലും. ആരാണ് പറഞ്ഞത്? ആമുഖം ഭരണഘടനയുടെ ആത്മാവും താക്കോലുമാണെന്ന് നെഹ്റു. ആരാണ്? നെഹ്റു. അടുത്ത എന്താണ്? ഭരണഘടനയുടെ താക്കോൽ. എന്താണ്? ഭരണഘടനയുടെ താക്കോൽ ആരാണ് പറഞ്ഞത്? ഏണസ്റ്റ് ബേക്കർ. ആരാണ്? ഏണസ്റ്റ് ബേക്കർ. അടുത്ത എന്താണ്? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം ആരാണ് പറഞ്ഞത്? KM മുൻഷി. ആരാണ്? KM മുൻഷി. ഓക്കെ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും ആരാണ് പറഞ്ഞത്? താക്കൂർ ദാസ് ഭാർഗവ്. ആരാണ്? താക്കൂർ ദാസ് ഭാർഗവ്. ഓക്കെ. അടുത്ത എന്താണ്? ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ്. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് ആരാണ്? NA പാൽക്കിവാല. NA പാൽക്കിവാല. ഓക്കെ. എന്തൊക്കെയാണ്? ഭരണഘടനയുടെ ആത്മാവും താക്കോലും ആരാണ് പറഞ്ഞത്? നെഹ്റു. ആരാണ്? നെഹ്റു. ഭരണഘടനയുടെ താക്കോൽ എന്ന് പറഞ്ഞത് ആരാണ്? ഏണസ്റ്റ് ബേക്കർ. KM മുൻഷി എന്താണ് പറഞ്ഞത്? ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം. ഓക്കെ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് ആരാണ്?
താക്കൂർദാസ് ഭാർഗവ്. ആരാണ്? താക്കൂർദാസ് ഭാർഗവ്. ഓക്കെ. ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് പറഞ്ഞത് ആരാണ്? N.A. പൽക്കിവാല. N.A. പൽക്കിവാല. ഓക്കെ. നമുക്ക് ഇതുവരെ എടുത്തത് നമുക്കൊന്നും കൂടെ റിവൈസ് ചെയ്യാം. ഓക്കെ. ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്നാണ്. ആമുഖം ആരംഭിക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളായ നാം എന്നാണ്. ഓക്കെ. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി ആരായിരുന്നു? B.N. റാവു. ആരാണ്? B.N. റാവു. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. എന്നാൽ ഈ ജവഹർലാൽ നെഹ്റു തന്നെയാണ് ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത്. ആമുഖം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചത് ആരാണ്? നെഹ്റു. ആരാണ്? നെഹ്റു. ഈ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്ന്. എവിടെ നിന്നാണ്? അമേരിക്കയിൽ നിന്ന്. ഓക്കെ. ഭരണഘടന ആമുഖം അനുസരിച്ച് ഇന്ത്യയുടെ ഭരണഘടനാ പദവി എങ്ങനെയാണ്? പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്. ഓക്കെ. പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്. ഓക്കെ. അടുത്ത എന്താണ്? സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആദർശങ്ങൾ ആമുഖത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഏത് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്? ഏതാണ് വിപ്ലവം? ഫ്രഞ്ച് വിപ്ലവം. ഏതാണ്? ഫ്രഞ്ച് വിപ്ലവം. ഓക്കെ. 1946 ഡിസംബർ 13 നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടന ആമുഖമായി മാറിയത്. ആരവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ്? നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം. എപ്പോഴാണ്? 1946 ഡിസംബർ 13. എപ്പോഴാണ്? 1946 ഡിസംബർ 13. ഓക്കെ. ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനയുടെ ആമുഖമായി അംഗീകരിച്ചത് എപ്പോഴാണ് അംഗീകരിച്ചത്? ഏകദേശം 46 അത് 47 ജനുവരിയിലാണ് അംഗീകരിക്കുന്നത്. എപ്പോഴാണ്? 47 ജനുവരി 22. എപ്പോഴാണ്? 47 ജനുവരി 22. 1946 ഡിസംബർ 13 എന്ത്? നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ഭരണഘടന ആമുഖമായി മാറിയത്. ഓക്കെ. 47 ജനുവരി 22 ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനയുടെ ആമുഖമായി അംഗീകരിച്ചു. ഓക്കെ. അടുത്ത എന്താണ്? ആമുഖത്തിൽ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു തീയതി. ആകെ ആമുഖത്തിൽ ഈ ഒരു തീയതി മാത്രമേ ഉള്ളൂ. ഏതാണ് ആ തീയതി? 26 നവംബർ 1949. 26 നവംബർ 1949. ഓക്കെ. ആമുഖം ഭേദഗതി ചെയ്തത് എത്ര തവണ? ആമുഖം ഭേദഗതി ചെയ്തിട്ടുണ്ട്? ഒരു തവണ. എത്ര തവണ? ഒരു തവണ. ഏത് ഭേദഗതിയിലൂടെയാണ്? 42ാം ഭരണഘടനാ ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർത്ത പദങ്ങൾ ഏതൊക്കെയാണ്? സെക്യുലർ സോഷ്യലിസ്റ്റ് ഇൻറ്റഗ്രിറ്റി. സെക്യുലർ സോഷ്യലിസ്റ്റ് ഇൻറ്റഗ്രിറ്റി. ഓക്കെ. സെക്യുലർ സോഷ്യലിസ്റ്റ് ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഓക്കെ. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം, മനസാക്ഷി എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ്? ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ രത്നം, മനസാക്ഷി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ്? ആമുഖം. ഓക്കെ. അടുത്ത എന്താണ്? ഭരണഘടനയുടെ വിശാലമായ സവിശേഷതകളുടെ സാരാംശം എവിടെയാണുള്ളത്? ആമുഖത്തിൽ. എവിടെയാണ്? ആമുഖത്തിൽ. ഓക്കെ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, നീതി എന്നിവയാണ് ഭരണഘടനയുടെ ലക്ഷ്യം എന്ന് പ്രതിപാദിക്കുന്നത് എവിടെയാണ്? ആമുഖത്തിൽ. എവിടെയാണ്? ആമുഖത്തിൽ. ഓക്കെ.
ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. എന്നാൽ രാഷ്ട്രപതി ആരായിരുന്നു? രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആരാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ഓക്കെ. എന്നാൽ 2 കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നെന്താണ്? ബെർബറി കേസും ഒന്ന് കേശവാനന്ദ ഭാരതി കേസും. ഈ ബെർബറി കേസിൽ എന്താണ് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല ആമുഖം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമല്ല ആമുഖമെന്നും ഭാഗമാണ് ആമുഖമെന്നും പറയുന്നുണ്ട്. 2 കേസുകൾ. ബെർബറി കേസിൽ ഭാഗമല്ല എന്നും കേശവാനന്ദ ഭാരതി കേസിൽ ഭാഗമാണെന്നും ആരാണ് പറയുന്നത്? സുപ്രീം കോടതി. ആരാണ് പ്രഖ്യാപിച്ചത്? സുപ്രീം കോടതി. എപ്പോഴൊക്കെയാണ്? ബെർബറി കേസ് 1960. 1960. എന്നാൽ കേശവാനന്ദ ഭാരതി കേസ് 1973. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ആമുഖത്തിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ്. ആരാ പറഞ്ഞത്? N.A. പൽക്കിവാല. ആരാണ്? N.A. പൽക്കിവാല. ഓക്കെ. അടുത്ത എന്താണ്? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞത് ആരാണ്? താക്കൂർ ദാസ് ഭാർഗവ്. ആരാണ്? താക്കൂർ ദാസ് ഭാർഗവ്. ഓക്കെ. ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് ആരാണ്? K.M. മുൻഷി. K.M. മുൻഷി. ഓക്കെ. ഭരണഘടനയുടെ താക്കോൽ എന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബേക്കർ. ആരാണ്? ഏണസ്റ്റ് ബേക്കർ. ഭരണഘടനയുടെ ആത്മാവും താക്കോലും ആരാണ് പറഞ്ഞത്? നെഹ്റു. ആരാണ്? നെഹ്റു. ഓക്കെ അല്ലേ? നമ്മൾ ഇപ്പോൾ എടുത്തത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.